എ&എസ് അക്കാഡമിയുടെ ക്യൂ മാസ്റ്റർ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ക്യൂ മാസ്റ്റർ 3ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഡ്സർജിലെ എൻഡോക്രൈൻ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ കുറച്ച് പേർക്കെങ്കിലും ഒരു ഡ്രൈ ടോപ്പിക്കായിട്ട് ഫീൽ ചെയ്യുന്നതാണ് എൻഡോക്രൈൻ. പക്ഷേ വളരെ രസകരമായി പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് എൻഡോക്രൈൻ. ഫസ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഷുഡ് ബി അവോയ്ഡഡ് ഇൻ ഡയബറ്റിക് പേഷ്യൻസ്? ഓപ്ഷൻസ്: തിയോഫിലിൻ, ടെർബ്യൂട്ടാലിൻ, പ്രൊപ്പൻലോൾ, സാൽബ്യൂട്ടമോൾ. നമ്മളൊരു ഡയബറ്റിക് പേഷ്യൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് മെഡിസിൻ കൊണ്ടാണോ പേഷ്യൻറ്റിന് ഒരു ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോകാൻ ചാൻസ് ഉള്ളത്, അങ്ങനെയുള്ള മെഡിസിൻസ് ഡയബറ്റിക് പേഷ്യൻസിന് ഉറപ്പായിട്ടും ഒഴിവാക്കേണ്ടി തന്നെ വരും. ആ കാറ്റഗറിയിൽ വരുന്ന ഒരു മെഡിസിനാണ് പ്രൊപ്പൻലോൾ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രൊപ്പൻലോൾ എന്ന് പറയുന്നത് ഒരു ബീറ്റ ബ്ലോക്കറാണ്. പ്രൊപ്പൻലോൾ അല്ലാതെയുള്ള ബീറ്റ ബ്ലോക്കേഴ്സ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. മെറ്റപ്രലോൾ, ദെൻ അറ്റൻലോൾ, അങ്ങനെയുള്ള എൽ എൻഡ് ചെയ്യുന്നതാണ് ബീറ്റ ബ്ലോക്കേഴ്സ്. അപ്പോൾ ഈ ബീറ്റ ബ്ലോക്കേഴ്സ് എടുക്കുന്ന സമയത്ത് ഡയബറ്റിക് പേഷ്യൻസിന് ഹൈപ്പോഗ്ലൈസീമിക് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ബീറ്റ ബ്ലോക്കേഴ്സ് അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നത്. ബീറ്റ ബ്ലോക്കേഴ്സ് അല്ലാതെ ഹൈപ്പോഗ്ലൈസീമിക് എഫക്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഉള്ള വേറെ മെഡിസിൻസ് ഉണ്ട്. ആസ്പിരിൻ, ദെൻ ആൻറ്റികോയാഗുലൻസ് എസ്പെഷ്യലി ഓറൽ ആൻറ്റികോയാഗുലൻസ്, സൈക്യാട്രിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന TCA, ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ്, ഇതെല്ലാം ഹൈപ്പോഗ്ലൈസീമിക് എഫക്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഉള്ള മെഡിസിൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് ഈ മെഡിസിൻസിൻ്റെ യൂസ് കോൺട്രാ ഇൻഡിക്കേറ്റഡും ആണ്. Question number 2. The most commonly involved cranial nerve in diabetes is? ഓപ്ഷൻസ് ഇങ്ങനെയായിരുന്നു: 3rd, 2nd, 5th and 6th. ഇതിൽ നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിന് വരാവുന്ന അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേഷനായിട്ട് പറയുന്നൊരു കണ്ടീഷനാണ് ക്രേനിയൽ മോണോ ന്യൂറോപ്പതി എന്നുള്ള കണ്ടീഷൻ. ക്രേനിയൽ മോണോ ന്യൂറോപ്പതി. അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള നെർവ്സ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ്ലി വരുന്നത് ക്രേനിയൽ നെർവ് 3rd ആണ്, അല്ലെങ്കിൽ ഓക്കുലോമോട്ടോറാണ്. തേർഡ് ക്രേനിയൽ നെർവ് ആയിട്ടുള്ള ഓക്കുലോമോട്ടറാണ്. ഇനി ഓക്കുലോമോട്ടറിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വരാൻ ചാൻസ് ഉള്ള നെർവ്സ് 4th ക്രേനിയൽ നെർവ് ആയിട്ടുള്ള ട്രോക്ലിയർ, അല്ലെങ്കിൽ 7th ക്രേനിയൽ നെർവ് ആയിട്ടുള്ള ഫേഷ്യൽ നെർവ്, ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെ തന്നേക്കുന്ന ഓപ്ഷൻസിൽ 3rd മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. സോ ഓപ്ഷൻ എ, 3rd ഈസ് ദി റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് ക്രേനിയൽ നെർവ് 3 ആണ് ഡയബറ്റിക് പേഷ്യൻസിൽ പ്രോബ്ലം ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഇൻവോൾവ് ആയിട്ടുള്ള ക്രേനിയൽ നെർവ്. 3rd ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: ലെവൽ ഓഫ് വിച്ച് ഇൻക്രീസസ് ഡ്യൂറിങ് ഫാസ്റ്റിംഗ്? ഓപ്ഷൻസ്: ഗ്ലൂക്കോസ്, കീറ്റോൺ ബോഡീസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്. നമ്മൾ ഫാസ്റ്റിംഗ് ടൈമിൽ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീനും കിട്ടാതെ വരുമ്പോൾ ഫാറ്റ് ബോഡി ബ്രേക്ക് ഡൗൺ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഫാറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് കീറ്റോൺസ് ആണ്. ഫാസ്റ്റിങ്ങിൽ കൂടുതലായിട്ട് വരുന്ന, അല്ലെങ്കിൽ നമ്മൾ ബോഡിയിൽ ഇൻക്രീസ് ആയി കാണുന്നത് കീറ്റോൺ ബോഡീസാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നമ്മൾ റിവേഴ്സ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിൽ എക്സസ് കീറ്റോൺ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാറ്റ് മെറ്റബോളിസം കൂടുതലായിട്ട് നടക്കുന്നു എന്ന് പറയേണ്ടി വരും. തിരിച്ചും മറിച്ചും ചോദിക്കാം. ഏതാണോ നമുക്ക് വരുന്നതിൽ നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള അതാണ് നമ്മൾ എഴുതാനുള്ളത്. Next is question number 4. A child with type 1 diabetes mellitus is brought to an emergency room by the mother, who states the child been complaining of abdominal pain and has a fruity odor of breath. DKA is diagnosed. Anticipating the plan of care, nurse plans to administer. Options: 5% dextrose IV infusion, 2nd NPH insulin IV, 3rd NS by IV infusion, last potassium IV. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ടൈപ്പ് 1 ഡയബറ്റിസ് മെലൈറ്റസ് ഉള്ള ഒരു കുട്ടിയെ എമർജൻസി റൂമിൽ മദർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് കുട്ടിക്ക് അബ്ഡോമിനൽ പെയിൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു ബ്രെത്തിൽ കുട്ടി ശ്വസിക്കുമ്പോൾ ഫ്രൂട്ടി ഓർഡർ ഓഫ് ബ്രെത്തും ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഡയബറ്റിസ് മെലൈറ്റസ് ടൈപ്പ് 1. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ ഡയബറ്റിസ് മെലൈറ്റസ് 2 ടൈപ്പായിട്ട് പറയാം: ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. ടൈപ്പ് 1 എന്ന് പറയുമ്പോഴത്തേനും അവർക്ക് ജുവനൈൽ ഡയബറ്റിസ് എന്നൊക്കെ പണ്ട് പറയുമായിരുന്നു. ആ കുട്ടികൾക്ക് ബോഡിയിൽ ഇൻസുലിൻ എപ്പോഴും എടുക്കേണ്ടി വരും. ടൈപ്പ് 1 ഡയബറ്റിസ് മെലൈറ്റസ് ഉള്ളൊരു കുട്ടിയെ കൊണ്ടുവന്നു. അവിടെ DKA ഈസ് ഡയഗ്നോസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡയബറ്റിക് കീറ്റോസിഡോസിസ് ഡയഗ്നോസ്ഡ്. ഈ DKA പറഞ്ഞില്ലെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഊഹിക്കാവുന്നതാണ്. ഫ്രൂട്ടി ഓർഡർ ഓഫ് ബ്രെത്ത് ഉണ്ട്, ടൈപ്പ് 1 ഡയബറ്റീസ് ആണ്. ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ DKA ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ആൻറ്റിസിപ്പേറ്റിംഗ് ദി പ്ലാൻ ഓഫ് കെയർ, നഴ്സ് പ്രിപ്പയർസ് ടു അഡ്മിനിസ്റ്റർ. നഴ്സ് എന്താണ് കുട്ടിക്ക് ഉടനെ കൊടുക്കാനായിട്ട് പോകുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിൽ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്: 5% dextrose IV infusion, NPH insulin IV, NS by IV infusion and potassium IV. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുള്ളതിൽ നമുക്ക്
അതിൻ്റെ ഒരു തിയററ്റിക്കൽ പാർട്ട് അറിയാമെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് ഈ മൾട്ടിപ്പിൾ ചോയ്സ് ചെയ്യുന്നതിൽ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം, അതായത് എലിമിനേഷൻ മെത്തേഡ് എന്നുള്ളത്. എലിമിനേഷൻ മെത്തേഡിൽ ഇപ്പോൾ നമുക്ക് 4 ഓപ്ഷനുണ്ട്. 4 ഓപ്ഷനുള്ളതിൽ നമുക്ക് കറക്റ്റ് ആൻസർ അറിയില്ലെങ്കിൽ പോലും 3 എണ്ണം ഉറപ്പായിട്ടും തെറ്റായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലായി. അത് 3 എലിമിനേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി 4ാമത്തെ ആയിരിക്കും ഇത് ആൻസർ. ചിലപ്പോഴും അങ്ങനെ ചെയ്യാം, എല്ലാ ക്വസ്റ്റ്യനിലൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലതിൽ 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, ചിലതിൽ 1 എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എന്നാലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം. പൊട്ടാഷ്യം IV എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് വരാനുള്ള ചാൻസ് കുറവാണ്, കാരണം പൊട്ടാഷ്യം IV ഡയറക്റ്റായിട്ട് ഒരിക്കലും കൊടുക്കില്ല, കാർഡിയക് അറസ്റ്റ് ആവും. ഇനി അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നോർമൽ സലൈനിൽ ഡൈല്യൂട്ട് ചെയ്ത് മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഇനി സെക്കൻഡ് ഓപ്ഷനായിട്ടുള്ള NPH ഇൻസുലിൻ IV എന്ന് പറഞ്ഞു. NPH ഇൻസുലിൻ ഒരിക്കലും IV ആയിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അത് സബ്ക്യൂട്ടേനിയസ് ആയിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ഹൈപ്പോഗ്ലൈസിമിയ വരും പേഷ്യൻറ്റിന്. ഈ ഒരു കണ്ടീഷനിൽ പേഷ്യൻ്റ് ഡയബറ്റിക് കീറ്റോസിഡോസിസ് ആയി നിൽക്കുന്ന സമയത്ത് ഒരിക്കലും 5% ഡെക്സ്ട്രോസ് IV ഇൻഫ്യൂഷൻ കൊടുക്കാൻ പറ്റില്ല. അതെപ്പോഴാണ് കൊടുക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഡയബറ്റിക് കീറ്റോസിഡോസ് ഉള്ളൊരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഡീഹൈഡ്രേഷൻ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമൽ സലൈനാണ് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ റെഗുലർ ഇൻസുലിനൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെയാണ് DKA പേഷ്യൻറ്റിൽ ഡയബറ്റിക് കീറ്റോസിഡോസ് ഉള്ള പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ 6 ഡയബറ്റിക് കീറ്റോസിഡോസ് ഉള്ളപ്പോൾ ചിലപ്പോൾ ഷുഗർ അല്ലെങ്കിൽ നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ, പേഷ്യൻ്റെ ഗ്ലൂക്കോസ് ലെവൽ നിൽക്കുന്നത് 400-ലോ 500-ലോ ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ള പേഷ്യൻറ്റിനെ നമ്മൾ നോർമൽ സലൈൻ വിത്ത് റെഗുലർ ഇൻസുലിൻ കൊടുത്ത് ഷുഗർ കുറഞ്ഞ് അറൗണ്ട് ഒരു 250 ലെവലിലോട്ടൊക്കെ എത്തുമ്പോഴാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 5% ഡെക്സ്ട്രോസും കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 ഓപ്ഷൻസ് ഇവിടെ എലിമിനേറ്റ് ആയി. 4th വൺ, ദാറ്റ് ഈസ് C ഓപ്ഷൻ ഈസ് റൈറ്റ് ആൻസർ, NS/IV ഇൻഫ്യൂഷൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തിയറി അറിഞ്ഞു കഴിഞ്ഞാൽ നോർമൽ സലൈൻ വിത്ത് റെഗുലർ ഇൻസുലിനാണ് ഇവിടെ കൊടുക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ ആൻസർ ചെയ്യാം. 2 രീതിയിൽ പോയാലും നമുക്ക് ആൻസർ കറക്റ്റായിട്ട് തന്നെ കിട്ടും. Okay, that's the explanation for question number 4. 5th question. In a patient who has a history of hypothyroidism, which of the following characteristics of the skin of the patient is relevant finding on examination? Hypothyroidism ഉള്ള പേഷ്യൻറ്റിന് കാണുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് സ്മൂത്ത്, ഡ്രൈ. സ്കിൻ അപ്പിയറൻസിൻ്റെ കാര്യമാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് സ്മൂത്ത്, ഡ്രൈ, ഫ്ലഷ്ഡ്, മോയിസ്റ്റ്. ഇതിലെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഡ്രൈ ആണ്. നമ്മൾ ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹൈപ്പോതൈറോയിഡിസം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരെണ്ണം പഠിച്ചാൽ മതി, ഹൈപ്പോതൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം, ഏതെങ്കിലും ഒന്ന് പഠിച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റാണ് അടുത്ത കണ്ടീഷൻ എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഹൈപ്പോതൈറോയിഡിസത്തിൽ വരുമ്പോൾ അതിൽ വരുന്ന ചേഞ്ചസ് എന്ന് പറയുമ്പോഴത്തേനും, സപ്പോസ് ഇപ്പോൾ ഇൻടോളറൻസ് ടു കോൾഡ് ആണ് ഹൈപ്പോതൈറോയിഡിസത്തിൽ വരുന്നത്, വെയ്റ്റ് ഗെയിൻ ഉണ്ടാവും, ഇനി ഡ്രൈ സ്കിൻ ഉണ്ടാവും, ദെൻ ബ്രാഡിക്കാർഡി ഉണ്ടാവും, കോൺസ്റ്റിപ്പേഷൻ, ഇതൊക്കെയാണ് നമ്മുടെ ഹൈപ്പോതൈറോയിഡിസിൽ വരുന്നത്. ഇനി ഹൈപ്പർ തൈറോയിഡിസത്തിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ ഇൻടോളറൻസ് ടു കോൾഡ് ആണെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസത്തിൽ ഇൻടോളറൻസ് ടു ഹീറ്റ് ആണ്. വെയ്റ്റ് ഗെയിൻ ആണ് ഇവിടെ ഹൈപ്പോതൈറോയിഡിസം എങ്കിൽ ഹൈപ്പർ തൈറോയിഡിസത്തിൽ, ഹൈപ്പോതൈറോയിഡിസത്തിൽ ഹൈപ്പർ തൈറോയിഡിസിൽ വരുമ്പോൾ വെയ്റ്റ് ലോസ് വരും. ഇവിടെ ഡ്രൈ സ്കിൻ വരുമെങ്കിൽ അപ്പുറത്ത് വെറ്റ് സ്കിൻ വരും. ഇവിടെ ബ്രാഡിക്കാർഡി വരുമെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസത്തിൽ ടെക്കിക്കാർഡി വരും. ഹൈപ്പോതൈറോയിഡിസിൽ കോൺസ്റ്റിപ്പേഷൻ വരുന്ന സമയത്ത് ഹൈപ്പർ തൈറോയിഡിസത്തിൽ ഡയറി വരും. അങ്ങനെയാണ് ആ ഒരു സിംറ്റംസ് വേരി ചെയ്യുന്നത്. നമുക്കിവിടെ ചോദിച്ചേക്കുന്ന ഹൈപ്പോതൈറോയിഡിസിലുള്ള സ്കിൻ അപ്പിയറൻസ് ഇവിടെ ഡ്രൈ ആണ്. ഹൈപ്പർ തൈറോയിഡിസിലാണെന്നുണ്ടെങ്കിൽ വെറ്റായിരിക്കും. 6ാമത്തെ ക്വസ്റ്റ്യൻ. മൂൺ ഫേസ് വിത്ത് സെൻട്രൽ ഒബിസിറ്റി ഈസ് നോട്ടഡ് ഇൻ ഓപ്ഷൻസ് അഡിസൺ ഡിസീസ്, കുഷിംഗ് സിൻഡ്രോം, ഡൗൺ സിൻഡ്രോം, ടേണർ സിൻഡ്രോം. നമ്മുടെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കുഷിംഗ് സിൻഡ്രോമാണ്. കുഷിംഗ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ നമ്മൾ ആ കണ്ടീഷൻസ് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ആ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ആ ഒരു മനുഷ്യൻ്റെ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്കത് ഓർമ്മ വരും. അതായത് അങ്ങനെ ആ ഒരു ഫിഗറിൽ നോക്കുമ്പോൾ തന്നെ ആ പേഷ്യൻ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫേസ് ഒരു മൂൺ ഫേസ് ആയിരിക്കും, ബഫൽ ഹമ്പ് ഉണ്ടായിരിക്കും, ട്രങ്കൽ ഒബിസിറ്റി അല്ലെങ്കിൽ സെൻട്രലാണ് ഒബിസിറ്റി വരുന്നത്. ഇനി പെൻഡുലസ് അബ്ഡമൻ അല്ലെങ്കിൽ ഒരു ഹാങ്ങിങ് അബ്ഡമൻ ഉണ്ടാവും. ഈ ക്ലാവിക്കലിന് മേളിലായിട്ട് സുപ്രാ ക്ലാവിക്കുലർ ഒരു ഫാറ്റ് പാഡ് ഉണ്ടാവും. ഇത്രയും ബോഡി ഇങ്ങനെ ഒരു തിക്ക് അപ്പിയറൻസ്, ഒരു ഫാറ്റ് അപ്പിയറൻസ് ആണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ എക്സ്ട്രീമിറ്റീസ് കൈയും കാലും വളരെ തിന്നായിരിക്കും. ഓക്കെ, പക്ഷേ ഒബിസിറ്റി എന്ന് പറയുമ്പോൾ ട്രങ്കൽ ഒബിസിറ്റി അല്ലെങ്കിൽ സെൻട്രലിൽ മാത്രമുള്ളൊരു ഒബിസിറ്റി മാത്രമാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ മൂൺ ഫേസും സെൻട്രൽ ഒബിസിറ്റിയുള്ള ഏതെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക്
പറയാൻ പറ്റും കുഷിംഗ് സിൻഡ്രോം. ബാക്കി ഓപ്ഷൻസ് ആയ അഡിസൺ ഡിസീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ ഹോർമോൺ സെക്രീഷൻ്റെ കുറവ് കൊണ്ട് വരുന്നതാണ് അഡിസൺ ഡിസീസ്. ഡൗൺ സിൻഡ്രോം, ടേണർ സിൻഡ്രോം നമുക്ക് അറിയാം ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ആണ്. ട്രൈസോമി എന്ന് പറഞ്ഞൊരു അബ്നോർമാലിറ്റിയാണ്. അത് മെയിൻലി നമ്മൾ 3 പറയാൻ പറ്റും. ട്രൈസോമി 13, ട്രൈസോമി 18, ട്രൈസോമി 21. നമ്മൾ PED എന്ന് ഓർത്തിരുന്നാൽ മതി. അതായത് ട്രൈസോമി 13 വരുമ്പോൾ പെറ്റാവു സിൻഡ്രോം, ട്രൈസോമി 18 വരുമ്പോൾ എഡ്വേർഡ് സിൻഡ്രോം, അതാണ് E. ട്രൈസോമി 21 വരുന്നതാണ് ഡൗൺ സിൻഡ്രോം എന്നാണ്. PED എന്ന് ഓർത്തിട്ട് ആ ഒരു അസെൻഡിങ് ഓർഡറിൽ ഓർത്താൽ മതി. PED 13, 18, 21 ഇങ്ങനെ ഓർത്തിരുന്നാൽ പെറ്റാവു സിൻഡ്രോം എന്ന് പറയുമ്പോൾ ട്രൈസോമി 13 ആണ്, എഡ്വേർഡ് സിൻഡ്രോം ട്രൈസോമി 18 ആണ്, ഡൗൺ സിൻഡ്രോം ട്രൈസോമി 21 ആണ്. Next question. A patient admitted with a closed head injury complains of polydipsia. What action nurse should take next? അവിടെ നമുക്കൊരു ക്ലോസ്ഡ് ഹെഡ് ഇഞ്ചുറി ഉള്ളൊരു പേഷ്യൻ്റ് വന്നിട്ടുണ്ട്. പോളിഡിപ്സിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. പോളിഡിപ്സിയ അതായത് ഇൻക്രീസ്ഡ് തേഴ്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ആക്ഷൻ ഷുഡ് നഴ്സ് ടേക്ക് നെക്സ്റ്റ്? അപ്പോൾ നമ്മൾ ഒരു പേഷ്യൻറ്റിനെ ക്ലിനിക്സിൽ കാണുമ്പോഴത്തേനും നമ്മൾ അറിയാവുന്ന കണ്ടീഷൻസ് കോറിലേറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു ഡയഗ്നോസിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നത് ഒബ്സർവ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, നോട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ, ഇൻക്രീസ് റേറ്റ് ഓഫ് IV ഫ്ലൂയിഡ് ആൻഡ് 4 അഡ്മിനിസ്റ്റർ ആൽബുമിൻ. അപ്പോൾ ക്ലോസ്ഡ് ഹെഡ് ഇഞ്ചുറി ഉണ്ട്, അതുപോലെ തന്നെ പോളിഡിപ്സിയ ഉണ്ട് എന്ന് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിൽ വരേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആണ്. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുമ്പോൾ ADHൻ്റെ സെക്രീഷൻ കുറയുന്ന കണ്ടീഷനാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. അങ്ങനെ ADH വരണമെന്നുണ്ടെങ്കിൽ ഒരു ADHൻ്റെ സെക്രീഷൻ കുറയണം. അപ്പോൾ ഹെഡ് ഇഞ്ചുറി ഉണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൈപ്പോതലാമിക് ഇഞ്ചുറി ഉണ്ടായിരിക്കാം. ആ ഒരു കണ്ടീഷനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് നോക്കേണ്ടി വരുന്ന ഒരു ടെസ്റ്റ്, ഈ ഓപ്ഷനിൽ തന്നേക്കുന്നതിൽ ഒരു ടെസ്റ്റ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ സാധാരണ ഡയബറ്റിസ് ഇൻസിപ്പിഡസിൽ കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആണെന്ന് നമ്മൾ സസ്പെക്ട് ചെയ്യാൻ സ്പെസിഫിക് ഗ്രാവിറ്റി നോക്കുന്നു. സ്പെസിഫിക് ഗ്രാവിറ്റി കുറവാണ്, അതുപോലെ വേറെ സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്നൊരു ഡയഗ്നോസിലേക്ക് നമുക്ക് ഈസി ആയിട്ട് എത്താനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആണോ എന്ന് അറിയാനായിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ ആണ് നോക്കേണ്ടത്. 8th question. When caring for a patient who has just undergone transpinodal hypophyseectomy, the nurse must be alert for options: respiratory depression, gastric distension, excessive urine output, cardiac arrhythmias. ഇതിൽ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എക്സസീവ് യൂറിൻ ഔട്ട്പുട്ട് എന്നുള്ളതാണ്. അപ്പോൾ ട്രാൻസ്ഫിനോയിഡൽ ഹൈപ്പോഫൈസെക്ടമി, ട്രാൻസ്ഫിനോഡൽ ഹൈപ്പോഫൈസിസ് എന്ന് പറയുമ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ട്രാൻസ്ഫിനോഡൽ ഹൈപ്പോഫൈസെക്ടമി. അപ്പോൾ ട്രാൻസ്ഫിനോഡൽ അപ്രോച്ചിലൂടെ ഹൈപ്പോഫൈസെക്ടമി അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് റിമൂവൽ കഴിഞ്ഞിട്ടുള്ള ഒരു പേഷ്യൻ്റെ കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. ഈ ട്രാൻസ്ഫിനോഡൽ ഹൈപ്പോഫൈസെക്ടമി കഴിഞ്ഞിട്ടുള്ള പേഷ്യന് വരാൻ ചാൻസ് ഉള്ള ഒന്നാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, അല്ലെങ്കിൽ അവിടെ സിൻഡ്രം ഓഫ് ഇനപ്രോപ്രിയേറ്റ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ, ADH ഡിസ്റ്റർബൻസ് ഉണ്ട്, സിൻഡ്രം ഓഫ് ഇനപ്രോപ്രിയേറ്റ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ, ആ ഒരു കണ്ടീഷനാണ് വരാൻ ചാൻസ് ഉള്ളത്. അത് അറിയാനായിട്ട് ഉള്ള ഒരു മെഷറാണ് യൂറിൻ ഔട്ട്പുട്ട് കൂടുക എന്നുള്ളത്. സിയാദ് അല്ലെങ്കിൽ സിൻഡ്രം ഓഫ് ഇനപ്രോപ്രിയേറ്റ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോണിൻ്റെ ഒരു സിംറ്റമാണ് യൂറിൻ ഔട്ട്പുട്ട് എക്സസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു സിംറ്റമാണ് ഇവിടെ തേർഡ് ഓപ്ഷനായിട്ട് തന്നിട്ടുള്ളത്. അതാണ് റൈറ്റ് ആൻസർ. 9th question. 25 years old male patient had sweating, palpitation and found a blood sugar of 45 mg per deciliter. Multiple similar episodes had been recorded in the past, corrected with glucose. A nurse caring for this patient should consider which of the following diagnoses? 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു: VIP-OMA, ഇൻസുലിനോമ, ഗ്യാസ്ട്രിനോമ, ഗ്ലൂക്കോഗ്നോമ. ഇതിൽ റൈറ്റ് ആൻസർ എന്ന് പറയുമ്പോൾ ഇൻസുലിനോമ. ഇവിടെ പറഞ്ഞേക്കുന്ന കണ്ടീഷൻ വെച്ചിട്ട് സ്വെറ്റിംഗ്, പാൽപിറ്റേഷൻ, ബ്ലഡ് ഷുഗർ 45 mg per deciliter ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ എത്തുന്ന ഒരു ഹൈപ്പോഗ്ലൈസീമിയ എന്നുള്ളൊരു കണ്ടീഷനിലേക്കാണ്. പക്ഷേ ഇവിടെ ഹൈപ്പോഗ്ലൈസീമിയ എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. അതിന് പകരം കൊടുത്തേക്കുന്നത് 4 ഓപ്ഷനാണ്. ഇൻസുലിനോമ എന്ന് പറയുമ്പോഴത്തേനും ഐലറ്റ്സ് ഓഫ് ലംഗർഹാൻസിൽ ഇൻസുലിൻ സെക്രീറ്റിംഗ് ട്യൂമേഴ്സ് ഉണ്ടാകുന്നതാണ് ഇൻസുലിനോമ എന്ന് പറയുന്നത്. അത് ഫ്രീക്വൻ്റ് ആയിട്ട് ഹൈപ്പോഗ്ലൈസീമിക് റിയാക്ഷൻസ് ഉണ്ടാക്കും. നമുക്കറിയാവുന്നതുപോലെ പാൻക്രിയാസിൽ 3 ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട്: ആൽഫ സെൽ, ബീറ്റ സെൽ ആൻഡ് ഡെൽറ്റ സെൽ. അതിൽ ബീറ്റ സെൽസിലാണ് ഐലറ്റ്സ് ഓഫ് ലോങ്ങർഹാൻസ് ഉള്ളത്. അപ്പോൾ ഈ ഐലറ്റ്സ് ഓഫ് ലോങ്ങർഹാൻസിൽ ട്യൂമർ വന്നു കഴിഞ്ഞാൽ അതിന് പറയുന്നതാണ് ഇൻസുലിനോമ. ഇൻസുലിനോമ വരുമ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി അതുപോലെ വേറെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഗ്ലൂക്കോഗ്നോമ എന്ന് പറയുമ്പോൾ
ഞാൻ നേരത്തെ പറഞ്ഞതിൽ ആൽഫ സെൽസിൽ ഒരു മാലിഗ്നന്റ് ട്യൂമർ വരുമ്പോൾ അതിനെ പറയുന്നതാണ് ഗ്ലൂക്കോഗ്നോമ. അവിടെ ഡയബറ്റിസ് മെലൈറ്റസിൻ്റെ സിംറ്റംസ് വരാം. ഇനി ഗ്യാസ്ട്രിനോമ എന്ന് പറയുമ്പോൾ ഗ്യാസ്ട്രിൻ സെക്രീറ്റിംഗ് ട്യൂമറാണ്. നിങ്ങൾ സൊളിഞ്ചർ എലിസൺ സിൻഡ്രോം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സിംറ്റമിൽ വരുന്നതാണ് ഗ്യാസ്ട്രിനോമ എന്ന് പറയുന്നത്. ഇനി VIP ഓമ, അതായത് വാസോ ആക്റ്റീവ് ഇൻറ്റസ്റ്റിനൽ പോളിപെപ്റ്റൈഡ് ഓമ എന്ന് പറയുന്ന ട്യൂമർ എന്നും കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, വാസോ ആക്റ്റീവ് ഇൻറ്റസ്റ്റിനൽ പോളിപെപ്റ്റൈഡ് ട്യൂമർ അതെന്ന് പറയുന്നത് ഒരു ന്യൂറോ എൻഡോക്രൈൻ ട്യൂമറാണ്. അത് ഉണ്ടാക്കുന്ന പ്രോബ്ലംസ് വാട്ടറി ഡയറി ഉണ്ടാവും, ഹൈപ്പോകലീമിയ ഉണ്ടാവും. അപ്പോൾ അതാണ് ബാക്കി ഓപ്ഷൻസിൻ്റെ എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇവിടെ ഹൈപ്പോഗ്ലൈസിമിക്ക് ചാൻസ് ഉണ്ടാക്കുന്നത് ഇൻസുലിനോമ എന്നുള്ള ആ ഒരു ഡയഗ്നോസാണ്. 10th question. What's the priority nursing care to a client with a severe hyperthyroidism? Options: assess for recent emotional trauma. Second, provide calm, non-stimulating environment. Provide diversional activity. Encourage range of motion exercises. ഇങ്ങനെയായിരുന്നു 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നത്. ഇതിൽ ഹൈപ്പർ തൈറോയിഡിസം ആ ഒരു പ്രോബ്ലം വരുമ്പോൾ എന്താണ് പ്രയോറിറ്റി നഴ്സിംഗ് കെയർ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ തൈറോയ്ഡ് ഹോർമോൺ നമുക്ക് നമ്മുടെ ബോഡി മെറ്റബോളിസമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട നഴ്സിംഗ് കെയറിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റിന് വളരെയധികം റെസ്റ്റ് കൊടുത്തിട്ട് BMR അല്ലെങ്കിൽ ബേസൽ മെറ്റബോളിക് റേറ്റ് കുറച്ചു കൊണ്ടുവരാനാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അല്ല, റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ് കൊടുത്തു കഴിഞ്ഞാൽ BMR വീണ്ടും കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഈ BMR കുറയ്ക്കുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ആഡിക്വേറ്റ് റെസ്റ്റാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ പേഷ്യൻ്റ് ഒരു കൂളായിട്ടുള്ളതും അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിമുലസ് ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ക്വയറ്റ് എൻവയോൺമെൻറ്റിൽ അങ്ങനെയൊക്കെ വേണം നമ്മൾ പേഷ്യൻറ്റിനെ കീപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ഉള്ളതിൽ സെക്കൻഡ് ഓപ്ഷൻ പ്രൊവൈഡ് കോം നോൺ സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെൻ്റ് ആണ് റൈറ്റ് ആൻസർ. ദാറ്റ്സ് അബൌട്ട് 10 questions and explanation. Thank you.